ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ രാഘവൻ നായർ പറയും, ദേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആലോചിച്ച് തീർപ്പുണ്ടാക്കാം. നീ ആ ബാഗ് അകത്തോണ്ടുപോയി കൊണ്ടുപോയി വെക്കാൻ. ഭാമ തല താഴ്ത്തി നിൽക്കും. രാഘവേട്ടൻ പറയും, ശ്യാമേ കൊണ്ടുപോയി വെക്ക്. ശ്യാമ അത് വാങ്ങിക്കുമ്പോ ഭാമ അത് മുറുകെ പിടിക്കും. സത്യമേ എന്ന് വിളിച്ചിട്ട് അത് വാങ്ങിക്കാണ് ബലം പ്രയോഗിച്ചിട്ട്. രാഘവേട്ടൻ പറയും, നീ പോകുന്നില്ല എങ്ങോട്ടും, മനസ്സിലായോ? കേറിപ്പോ. ഭാമ എപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോ കേറിപ്പോവാൻ, അകത്തോട്ട് കേറിപ്പോവാൻ. ഇത് കേൾക്കുന്ന ഭാമ വേഗം അത്തേക്ക് കയറിപ്പോവും. ഭാമ തോറ്റുപോയതിന്റെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ് അവിടെ. രാഘവേട്ടൻ അവിടെ സോഫയിലിരിക്കും. ഈ വയസ്സുകാലത്ത് എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഈ സമയം വിഷ്ണു ഇങ്ങനെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണേ ഭാമയെ. വിഷ്ണു നോക്കുന്നത് ഭാമയും കാണുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. ശാരദാമ്മയും ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ നോക്കി നിൽക്കുകയാണ്, വിഷ്ണു വരുന്നതും കാത്ത്. അപ്പൊ ഉണ്ടാവും ശാലിനി ഫോൺ ചെയ്തുകൊണ്ട് വരുന്നു. എന്നാ കോള് പോകുന്നില്ല. ശാരദാമ്മ പറയും, ഒന്ന് വിളിച്ചാൽ നോക്കാൻ പാടില്ലായിരുന്നോ മോളെ, എവിടെ എത്തിയെന്നെങ്കിലും അറിയാമായിരുന്നല്ലോ. അപ്പോഴും ശാലിനി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. ധൃതി പിടിച്ചുള്ള ഈ ഒരുക്കം വേണ്ടായിരുന്നു എന്ന് തോന്നാണല്ലേ. അങ്ങനൊന്നും പറയില്ല മോളെ. എന്തെങ്കിലും ഒന്നും കാണാതെ അവൻ ഇങ്ങനെ പറയോ? അല്ല ഇനി എടുത്ത വീടിന്റെ കാര്യത്തില് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ ആവോ? അല്ല വരാൻ താമസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതാ. ശാലിനി പറയും, എന്റെ ചിന്ത അതൊന്നുമല്ല. ഈ വീട് മാറ്റം വിഷ്ണുവേട്ടന്റെ മാത്രം തീരുമാനാ. സത്യമ്മ അറിയാതെയുള്ള തീരുമാനം. ചിലപ്പോ തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യമ്മയാണെങ്കിലോ? ശാരദാമ്മ പറയും, അക്കാര്യത്തിൽ ഒരു തീരുമാനം കാണാതെ വിഷ്ണു ഇവിടെ വന്ന് ഇങ്ങനെ പറയോ? 1-2 ദിവസത്തേക്കൊന്നുമല്ലല്ലോ താമസിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ പറയാതിരിക്കോ? ഇത് വേറെന്തോ വിഷയാ. അപ്പോഴേക്കും സത്യ വീണ്ടും വരും. അമ്മേ നമ്മളിന്ന് പോകുന്നുണ്ടോ? പുതിയ വീട്ടിലേക്ക് താമസത്തിന് പോകുന്ന കാര്യേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പോയില്ലെങ്കിൽ പിന്നെ നാണക്കേടാ. അവരുടെ മുഖത്ത് എനിക്ക് പിന്നെ നോക്കാൻ പോലും പറ്റില്ല കേട്ടോ. ശാലിനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ശാരദാമ്മയ്ക്കും. ശാരദാമ്മ പറയും, സത്യക്കുട്ടി കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂ, അതുകൊണ്ടാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. സത്യ പറയും, എന്നാ പിന്നെ പോകാൻ നേരത്തെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്റെ മുറിയിൽ കാണും. ശാലിനിയോട് പറയും, വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ കാര്യം എന്ന് പറഞ്ഞ് സത്യ പോകുകയാണ്. ശാരദാമ്മയും ശാലിനിയും പിന്നെയും പ്രതീക്ഷയോട് തന്നെ അവിടെ നിൽക്കണേ. ശാലിനിയുടെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അകത്തുപോയി സത്യ ഫോൺ എടുത്തിട്ട് മനസ്സിൽ വിചാരിക്കും, അച്ഛനിപ്പോ തിരക്കായിരിക്കോ? ആയിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. വീട് മാറാൻ റെഡിയായി നിൽക്കുകയാണെന്ന് അറിയിക്കാൻ എന്താ ഒരു വഴി? വിളിക്കാതിരിക്കില്ല, വെയിറ്റ് ചെയ്യാം. മിക്കവാറും ജോലി തിരക്കിലായിരിക്കും. ദൈവമേ എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ വിളിക്കണേ, എന്റെ അച്ഛനെ വിളിപ്പിക്കാൻ തോന്നിപ്പിക്കണേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കണം അവിടെ. ഇതേ സമയം പപ്പി മോള് വിചാരിക്കും, സത്യപ്പ അവിടെ എന്ത് ചെയ്യായിരിക്കും, ഒന്ന് വിളിച്ചു നോക്കാം, അച്ഛനായിട്ട് തന്നെ വിളിക്കാം, അവൾക്ക് സന്തോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ സത്യയുടെ അച്ഛൻ വിളിച്ചാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണല്ലോ. അപ്പോഴായിരിക്കും പപ്പി വിളിക്കുന്നത്. സത്യക്ക് സന്തോഷാവും. ഹായ് അച്ഛൻ എന്ന് പറഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ സത്യേ. ഇത് കേൾക്കുമ്പോ തന്നെ സത്യക്ക് ഒരുപാട് സന്തോഷമാകും. മുഖം വ്യക്തമല്ലാത്ത അച്ഛന്റെ സ്വപ്നം കാണുക. അച്ഛൻ എന്താ എന്നെ വിളിക്കാത്തത്? അച്ഛൻ ഇപ്പൊ വിളിക്കും കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ ഇവിടുത്തെ ജോലി കഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റായി, വന്ന് കിടന്നപ്പോഴും ഒരുപാട് ലേറ്റായി. സത്യ പറയും, അച്ഛൻ വിളിക്കാതിരുന്നപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി. അച്ഛനിനി എത്ര ജോലി തിരക്കുണ്ടെങ്കിലും എന്നെ വിളിക്കണേ. അല്ല എന്തിനാ മോളെന്നെ വിളിച്ചോണ്ടിരുന്നത്? സത്യ പറയും, അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി. കേട്ടല്ലോ, ഇപ്പൊ മോൾക്ക് സന്തോഷായില്ലേ? സത്യ പറയും, അച്ഛാ ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിക്കും മോളെ. ശേഷം പപ്പി വിചാരിക്കും, കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ എന്റെ കൃഷ്ണ. അച്ഛാ അച്ഛൻ എങ്ങനെയാ ഇരിക്കുന്നതെന്നൊന്ന് മനസ്സിൽ കാണാൻ വേണ്ടിട്ടാ. ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛൻ നല്ല പൊക്കാണോ അതോ മീഡിയം പൊക്കാണോ? ഈ സമയം പപ്പി വിഷ്ണുവിനെ തന്നെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. മീഡിയം പൊക്കം. കാണാൻ വെളുപ്പാണോ കറുപ്പാണോ? അപ്പോഴും പപ്പി വിഷ്ണുവിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. വെളുപ്പ്. സത്യക്കും നല്ല തടിയുണ്ടോ? അത്ര വലിയ തടിയൊന്നുമില്ല. അല്ല ഇതെന്തിനാ ഇങ്ങനെയൊക്കെ അറിയുന്നത്? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അച്ഛനെ കുറിച്ച് പറയാനാ. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, എന്നെ കാണണമെന്ന് സത്യക്ക് അത്ര വലിയ ആഗ്രഹമാണല്ലേ? സത്യ അച്ഛൻ പറയുന്നതൊക്കെ വെച്ച് ഞാൻ എന്റെ മനസ്സില് ഒരു രൂപം ഉണ്ടാക്കാൻ ശ്രമിക്കാണ് അച്ഛാ. അച്ഛന്റെ നടപ്പും അച്ഛന്റെ ഓരോ ചലനങ്ങളും ഞാനിപ്പോ എന്റെ മനസ്സുകൊണ്ട് കാണുക. ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചറിയാം. ഉറപ്പ്? സത്യ ഉറപ്പ്. എന്റെ ഉള്ളില് എന്റെ അച്ഛനിപ്പോ ഉണ്ട്. എന്നിട്ട് അച്ഛന്റെ വ്യക്തമല്ലാത്തൊരു മുഖം മാത്രം, അതല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അച്ഛാ അച്ഛനൊന്ന് വീഡിയോ കോളിൽ വരുമോ? അത് കേൾക്കുമ്പോ പപ്പി വിട്ടുപോകുന്നുണ്ട്. അത് പിന്നെ ഒന്ന് വീഡിയോ കോളിൽ വാ അച്ഛാ, എനിക്കൊന്ന് കാണാനാ. അത് പിന്നെ മോളെ എന്റെ ഈ ഫോണിലെ വീഡിയോ ഓപ്ഷൻ പ്രവർത്തിക്കുന്നില്ല. അയ്യോ. അതെ മോളെ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ മോളെ വീഡിയോ കോളിൽ വിളിച്ചേനെ. എനിക്ക് മോളെ കാണാൻ ആഗ്രഹമുള്ളതല്ലേ? സത്യ പറയും, എങ്കിൽ അച്ഛന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമോ? പപ്പി വിചാരിക്കും, വീണ്ടും കുടുങ്ങിയല്ലോ ദൈവമേ. സത്യ പറയും, ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തന്നാ മതി അച്ഛാ പ്ലീസ്. ഞാൻ എന്റെ അച്ഛനൊന്ന് കാണട്ടെ.
പപ്പി വിചാരിക്കുമ്പോ എന്താ ഇപ്പൊ ചെയ്യാ? കട്ട് ചെയ്താലോ? വേണ്ട, അത് പിന്നെയും പ്രശ്നമാവും. ഒരു ഫോട്ടോ അയച്ചതാ അച്ഛാ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണിക്കാലോ. ശരി, ഞാൻ നോക്കട്ടെ. സത്യം പറയും അച്ഛൻ ഫോൺ കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്താൽ ഫോട്ടോ അയക്കാൻ മറന്നുപോകും. പപ്പി കോള് കട്ട് ചെയ്യുന്നില്ല. ശരി, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോവാ. സത്യം വിചാരിക്കും ഇതെന്താ ഫോട്ടോ അയക്കാത്തത്, കുറേ സമയം എടുക്കുന്നുണ്ട്. ചിലപ്പോ തിരക്കായിരിക്കും, വെയിറ്റ് ചെയ്യാം. ഇതേ സമയം പപ്പി മോള് വിഷ്ണുവിന്റെ റൂമിൽ ചെന്ന് ഒരു ആൽബം എടുക്കണേ. അതിന്റെ അകത്ത് വിഷ്ണുവിന്റെ പഴയ ഫോട്ടോ ഉണ്ട്, അതായത് താടിയും മീശയൊന്നും ഇല്ലാത്ത കാലത്തുള്ള ഫോട്ടോസ്. ശേഷം അതിന്നൊരു ഫോട്ടോ എടുക്കണേ. എന്നിട്ട് സത്യം വിളിക്കണേ, എന്റെ ഒരു പഴയ ഫോട്ടോ ആണേ, ഞാനിപ്പോ അയച്ചു തരാം. പിന്നെ ഞാൻ നേരിൽ വരുമ്പോ എന്നെ കാണാലോ, അതുപോലെ. ശരി അച്ഛാ, എനിക്ക് ഫോട്ടോ അയക്കി. ശരി എന്ന് പറഞ്ഞേ പപ്പി മോള് ഫോട്ടോ അയച്ചു കൊടുക്കണേ. അയച്ചിട്ടുണ്ടേ. സത്യമോളെ, അച്ഛന് ജോലിക്ക് പോകാൻ സമയമായി, ഇനി പിന്നെ വിളിച്ചാ പോരെ? ശരി അച്ഛാ, വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്യണേ. അങ്ങനെ സത്യക്ക് വിഷ്ണുവിന്റെ ആ പഴയകാലത്തെ ഫോട്ടോ കിട്ടണേ. സത്യക്ക് ഭയങ്കര സന്തോഷവും. ഹായ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കും. അച്ഛനെ ആദ്യം കണ്ട സന്തോഷത്തിലാണ് സത്യ. ആ ഫോൺ ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ. ഫോട്ടോയാണ് കേട്ടോ കെട്ടിപ്പിടിക്കുന്നത്. ശേഷം പിന്നീട് ശാലിനി ഇങ്ങനെ കാത്തു നിന്ന് മടുത്തിട്ടുണ്ട്. ശാരദ പറയും, ഇപ്പോ പെട്ടെന്ന് എടുത്ത വിഷ്ണുവിന്റെ ഈ തീരുമാനം അത് അവന്റെ മാത്രം തീരുമാനമായിരിക്കും മോളെ. അങ്ങനെയാ എനിക്കിപ്പോ തോന്നുന്നത്. അതിന് മാറ്റം നടത്തുന്ന എന്തോ അവിടെ നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ വിഷ്ണു ഇപ്പൊ ഇവിടെ വന്നേനെ. ശാലിനി പറയും, ഇതിപ്പോ അങ്ങനെയല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് എനിക്ക് മുമ്പേ മനസ്സിൽ തോന്നിയതാ. ആഗ്രഹിക്കാനേ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റൂ. നമ്മളെപ്പോലുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു തരും. ഒടുവിലിതാ ഇതുപോലൊരു സ്വപ്നമായി കാണാവുന്ന രീതിയിലേക്ക് അതങ്ങ് മാറും. വീട്ടിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ടാകും. മകനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറാവാത്ത ഒരു അമ്മയുടെ അടുത്തുനിന്ന് വേണം വിഷ്ണുവേട്ടന് വരാൻ. ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഈ ഒരു കാര്യത്തിന് സത്യമ്മ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ വിഷ്ണുവേട്ടന്റെ ആഗ്രഹം ഉറപ്പ്, അതിന് വെറുതെ തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതി മനഃപൂർവ്വം ഒന്നും പറയേണ്ടിരുന്നതാ. ഈ നിമിഷം വരെ ഇത് യാഥാർത്ഥ്യമാവുന്നുള്ള ഒരു ഉറപ്പും എനിക്കില്ല. പിന്നെ ഈ വേഷം കിട്ടിയിരുന്നത് ജീവിതത്തിലെ എന്തെല്ലാം വേഷം കിട്ടിയിരിക്കുന്നു, അതിലൊരു വേഷം എങ്ങനെയും ആടിയെന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തിലും ശാരദാമ്മയുടെ മുന്നിൽ ചിരിച്ചു പറയുന്നേ ഉള്ളൂ. നിനക്കിതിലെല്ലാം എങ്ങനെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു മോളെ? ശാലിനി പറയും, അക്കാര്യത്തിലെ നമുക്ക് അമ്മയ്ക്കും മക്കൾക്കും ഈശ്വരൻ കനിഞ്ഞു നൽകിയൊരു കഴിവുണ്ട്, അതിജീവനം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾ അമ്മയും മക്കളും തന്നെയാ. അതുകൊണ്ട് തല പോകാത്ത എന്ത് കാര്യവും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നമ്മൾ നേരിടും. എന്റെ IAS പഠനത്തിലും എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ശാരദാമ്മയ്ക്കും അപ്പോ വിഷ്ണു ഇപ്പോ വന്നിട്ടില്ലെങ്കിലും ശാലിനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് പറയും, ഒന്നും സംഭവിക്കില്ല. അതിന്റെ പേരിൽ കണ്ണീര് പൊഴിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാൻ നിൽക്കില്ല. പോവാൻ റെഡിയായി നിന്ന വേഷം അതങ്ങ് ഊരി മാറ്റിയിട്ട് പഴയ രീതിയുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് കഴിയും. എന്നാലും ഞാൻ പഠിക്കില്ല കേട്ടോ. ആഗ്രഹങ്ങളല്ലമ്മേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിപ്പോ പെട്ടെന്ന് അങ്ങ് സാധിച്ചു കിട്ടിയാൽ എന്ത് ജീവിതം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും സത്യം അങ്ങോട്ട് ഓടി വരും. അമ്മേ, അച്ഛന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അമ്മ അച്ഛന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ശാലിനി അങ്ങ് ഞെട്ടും. ശാരദാമ്മയും. ശാലിനി പറയും, ഇല്ല. സത്യ പറയും, അപ്പൊ ആ ഫോട്ടോ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് ഞാനാ. അച്ഛൻ ഫ്രീ ആവുമ്പോഴേ ഇപ്പോഴത്തെ ഫോട്ടോ അയച്ചു തരാന്നും പറഞ്ഞിട്ടുണ്ട്. ശാരദാമ്മയ്ക്കും, എവിടെ ഫോട്ടോ? ശാരദാമ്മ ഒന്ന് കാണട്ടെ. സത്യ പറയും, ഇപ്പൊ അങ്ങനെ കാണണ്ട, ഇത്രയും നാളെ ഞാൻ ചോദിച്ചപ്പോ കാണിച്ചു തന്നില്ലല്ലോ. ശാരദാമ്മ പറയും, ചുമ്മാതാ ശാലിനി, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഓരോന്ന് പറയുന്നതാ. സത്യ പറയും, ഓ പിന്നെ അല്ല, എന്താ അമ്മേ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവാത്തത്? നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ശാരദാമ്മ പറയും, എന്നാ പിന്നെ മോള് പോയി ഉറങ്ങിക്കോ, പോവാൻ നേരാവുമ്പോ ശാരദാമ്മ വിളിക്കാം എന്ന് പറഞ്ഞ് സത്യ അവിടുന്ന് പോകും. ശാരദാമ്മയ്ക്കും, ഡി എന്താ ഈ കേൾക്കുന്നത്? ഇനി ആരെങ്കിലും കൊച്ചിനെ കളിപ്പിക്കുന്നതാണോ? അല്ലാതെ ആരാ ഇപ്പൊ ഇങ്ങനെ അച്ഛനെന്ന് പറഞ്ഞു വിളിക്കാൻ? ശാലിനി പറയും, അതാരാണെന്ന് അറിയണം അമ്മേ, എന്താ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നും അറിയണം എന്ന് പറഞ്ഞ അവിടെ എഴുന്നേൽക്കും. ഞാനിപ്പോ എന്തായാലും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാം. പാവം ഏതോ ലോക്കിൽ പെട്ടിരിക്കണേ, എന്നോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും വിളിക്കാത്തത്. അപ്പൊ ഉണ്ടാവും വിഷ്ണു അങ്ങോട്ട് വരുന്നേ. ഇവിടെ അടുത്തെത്തിയിട്ടില്ല. ശാലിനി പറയും, ഞാൻ എന്തായാലും സത്യയുടെ ഫോണൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു വണ്ടിയുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കാം. വിഷ്ണുവിന്റെ മുഖം ആകെ വിളറി വെളുത്തിട്ടുണ്ട്, വല്ലാത്തൊരു വിഷമം. ഇതേ സമയം വിഷ്ണു വന്ന ഒരു ഞെട്ടല്ല ശാരദാമ്മയും ശാലിനിയും വരില്ലെന്ന് പ്രതീക്ഷിച്ചിട്ട് വരുന്നത് കാണുമ്പോ ഞെട്ടുന്നുണ്ട്. വിഷ്ണു അവിടെ വന്ന് നിൽക്കുമ്പോ ശാലിനിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ശാരദാമ്മ പറയും, ശാലിനി രാവിലെ മുതലേ കാത്തിരിക്കാണ് മോനെ. സത്യം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അകത്തേക്ക് പോയി. വിഷ്ണു ശാലിനിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, നമുക്കെന്നാ പോവാം. ഇത് കേൾക്കുമ്പോ ശാലിനി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുകയാണേ, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. ശാരദാമ്മയ്ക്കും, അല്ല ബൈക്കിലാവുമ്പോ ബാഗൊക്കെ എങ്ങനെ മോനെ? വിഷ്ണു പറയും, അതൊക്കെ നമുക്ക് പിന്നീട് വേറൊരു വണ്ടി വിളിച്ച് കൊണ്ടുപോവാം. എന്നാ പിന്നെ സത്യയെ വിളിക്കേ, വൈകിക്കണ്ട. ഇതൊക്കെ പറയുമ്പോ തന്നെ ശാലിനിക്ക് ഏകദേശം അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു ഏട്ടാ,
എന്താ മുഖം എന്താ വാടിയിരിക്കുന്നത്? വീട്ടില് ഇതിനെക്കുറിച്ച് വഴക്കെന്തെങ്കിലും ഉണ്ടായോ? വിഷ്ണു പറയും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തീരുമാനിച്ചതുപോലെ നമുക്ക് പോവാം. ശാലിനി വീണ്ടും ചോദിക്കും, പറ വഴക്കെന്തെങ്കിലും ഉണ്ടായോ? വിഷ്ണു മിണ്ടാതെ നിൽക്കുമ്പോ ശാലിനി അടുത്തേക്ക് ചെല്ലും. വിഷ്ണുവേട്ട പറ, വഴക്കൊരിതും ഉണ്ടായോ? വിഷ്ണു പറയും, ഉണ്ടായി. ഞാൻ തനിക്കൊപ്പം വാടക വീടെടുത്ത് താമസിക്കാൻ തീരുമാനിച്ച കാര്യം അമ്മ അറിഞ്ഞു. വീട്ടിൽ വലിയ വഴക്കായി. നമ്മളെ മനസ്സിലാക്കാൻ അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. ആ അച്ഛനുമായിട്ടായിരുന്നു അമ്മ ബഹളം മുഴുവൻ. നമ്മള് താമസം മാറിക്കഴിഞ്ഞാൽ അച്ഛന്റെ അവസ്ഥ വളരെ ദയനീയാവും. അമ്മയുടെ വാശി തനിക്കറിയാലോ. എന്നോടും തന്നോടുമുള്ള വാശി മുഴുവൻ അച്ഛനോട് തീർക്കും. ശാലിനി പറയും, വിഷ്ണുവേട്ടൻ വീട് മാറി താമസിക്കാന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സുകൊണ്ടൊരു ഇഷ്ടമൊക്കെ തോന്നിയെങ്കിലും ഞാൻ സമ്മതിച്ചത് സത്യക്ക് വേണ്ടിയാ. സത്യാമ്മയുടെ എതിർപ്പുണ്ടാകുന്ന എനിക്കറിയാവുന്നതായിരുന്നു. അത് പക്ഷേ ഇത്രത്തോളം എത്തുന്ന ഓർത്തില്ല. വിഷ്ണു പറയും, ഞാൻ ഇറങ്ങിയപ്പോ തന്നെ അച്ഛനോടുള്ള അമ്മയുടെ പെരുമാറ്റം ഞാൻ കണ്ടതാ. എന്നോടും തന്നോടും കാണിക്കാൻ പറ്റാത്തതൊക്കെ അവര് അച്ഛനോട് തീർക്കും. നമുക്ക് വേണ്ടി അച്ഛൻ അവിടെ ബലിയാടാവുന്ന ഓർക്കുമ്പോ വല്ലാത്തൊരു നമ്മളിപ്പോ എന്താ ചെയ്യാ എന്നിങ്ങനെ വളരെ സങ്കടത്തോടു കൂടി വിഷ്ണു ചോദിക്കാണ്. ശാലിനിയും സങ്കടത്തിലാണത് കേട്ടു നിൽക്കുന്നത്. ശാരദാമ്മയ്ക്കും വലിയ സങ്കടമുണ്ട്. അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശാലിനി ഒരു ചെറു പുഞ്ചിരിയോടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ അതിന്റെ നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യം അങ്ങോട്ട് വരികയാണേ. ബിഗ് ഫ്രണ്ട്, ഇപ്പൊ എന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അത് കേൾക്കുന്ന വിഷ്ണു അങ്ങ് ഞെട്ടും. ഞാൻ നിർബന്ധിച്ചപ്പോ അച്ഛന്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ വിഷ്ണുക്കും, എവിടെ മോളെ നോക്കട്ടെ. അതിൽ സത്യ ആ ഫോണ് കാണിച്ചു കൊടുക്കണേ ഫോട്ടോ. ശാലിനിയും കണ്ടിട്ടില്ലല്ലോ. ശാലിനിയും ഫോണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ ഫോട്ടോ തന്നെ ആയതുകൊണ്ട് തന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ കണ്ടാലേ വിഷ്ണുവിനെ അറിയായിരിക്കല്ലോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് സുസ്മിതയുടെ ചന്ദ്രബോസ് പറയണേ, തൊപ്പി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടാൻ വന്നവന്റെ മുട്ടിടിച്ച് തകർക്കാനുള്ള ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ടടി. അപ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. വിഷ്ണുവിനെ കാണുമ്പോ രണ്ടാളും ഞെട്ടുന്നുണ്ട്. വിഷ്ണു പറയും, നീ എന്റെ കുടുംബം മുച്ചോട് മുടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാടി നിന്റെ പിന്നാലെ ഞാൻ ഇവിടെ എത്തിയത്. ബോസ് പറയും, കൂടുതൽ നാവാട്ടൊന്നും വേണ്ട നിന്റെ. അപ്പോഴേക്ക് വിഷ്ണു ഡാ പന്ന എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കും. കിട്ടുന്നതും അത കിടക്കുന്ന താഴെ. ശേഷം വിഷ്ണുവിനെ അടുത്ത അടിക്കായിട്ട് ഓങ്ങി നിൽക്കുന്നതൊക്കെയാണ് ഈ പ്രൊമോയില് കാണുന്നത്. എന്തായാലും തന്റെ പഴയ ഫോട്ടോ കണ്ടിട്ട് തന്നെയാണ് ആരോ ഉപയോഗപ്പെടുത്തുന്നതെന്ന് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്